ഒനിയുടെ 21 ഇഞ്ച് അൾട്രാ സ്ലിമ്മിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന കംപ്ലയിൻ്റാണ്, ഹാഫ് പിക്ചർ പ്രോബ്ലമാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിക്ചർ ചെറുതായിട്ട് പോവുക, പിന്നെ താനെ കറക്റ്റ് ഫുൾ സ്ക്രീൻ ആവുക, പിന്നെ വീണ്ടും ഹാഫ് ആവുക, അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റാണ് ഇതിലുള്ള. അപ്പോൾ വെർട്ടിക്കൽ ഐ സിയിലോട്ടുള്ള വോൾട്ടേജസിന് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വന്നാലോ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഐ സിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ, ഡയോഡിനോ റെസിസ്റ്റൻസിനോ കപ്പാസിറ്ററിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ എന്താണെന്ന് കറക്റ്റ് മീറ്റർ വെച്ചിട്ട് കറക്റ്റ് വോൾട്ടേജസ് ചെക്ക് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല, എനിക്ക് ചെറിയ ചെറിയ വോൾട്ടേജസ് മാത്രം നോക്കാനേ അറിയാം. ഏതായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് തുറന്നപ്പോൾ കണ്ടത് പവർ സപ്ലൈയിൽ നിന്ന് ഒരു ഡിസ്ക് കത്തിക്കരിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അത് ഈ കംപ്ലയിൻ്റായിട്ട് ബന്ധമില്ല. പക്ഷേ ഈ ഒരു ഡിസ്ക് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഫ്യൂസ് അടിക്കുന്ന കംപ്ലയിൻറ്റ് വന്നേക്കാം. അപ്പോൾ ഇനി അടുത്തത് ഡയോഡാണ്. ഈ ഒരു ഡയോഡ് എല്ലോറ്റിയുടെ എൻ സി എന്ന് പറഞ്ഞൊരു ലെഗുണ്ട്, അതിലൊന്ന് വെർട്ടിക്കൽ ഐ സിയിലോട്ട് ഒരു വോൾട്ടേജ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഡയോഡാണ്. പിന്നെ ഇത് വന്നിട്ട് ഒരു കപ്പാസിറ്ററാണ്, 250 വോൾട്ട് 4.7 MFൻ്റെ കപ്പാസിറ്ററാണ്. ഇത് ഞാൻ വേറെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാല് വന്നിട്ട് ഒടിഞ്ഞിരിക്കുകയാണ്. അത് റീട്രേസ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കംപ്ലയിൻറ്റിനുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നേരത്തെ കാണിച്ച കംപ്ലയിൻറ്റിനുള്ളതല്ല ഇത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ വേറെ പുതിയ ചേഞ്ച് ചെയ്തിട്ടു. അപ്പോൾ ഈ ഒരു ഡയോഡിന് എന്തോ പ്രശ്നമുണ്ട്, വീക്കോ കാര്യങ്ങളോ. പക്ഷേ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് റീഡിംഗ് ആണ് കാണിക്കുന്നത്. എനിക്ക് ആൾറെഡി ഒരു സാംസങ്ങിൻ്റെ ടി വി കിട്ടിയിട്ടുണ്ട്, അതിൽ ഈ സെയിം കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ അതിലൊന്ന് ഞാൻ ഒരു പഠിച്ച് ചെയ്ത് നോക്കിയിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ്, അതിലൊന്ന് മനസ്സിലാക്കിയൊരു കംപ്ലയിൻ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡൗട്ട് അടിച്ചിട്ട് ഈ ഡയോഡ് തന്നെ മാറ്റിയത് ഞാൻ. അപ്പോൾ എൻ സി എന്ന് പറയുന്ന കാറിൽ വരുന്ന ഒരു ഡയോഡാണ്. അപ്പോൾ ഈ ഒരു ഡയോഡ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, വെർട്ടിക്കൽ ഐ സി ചേഞ്ച് ചെയ്തിട്ടും ഇതിൻ്റെ പ്രശ്നം മാറിയിട്ടില്ലായിരുന്നു. ഓക്കെ, ആ ഒരു ഹാഫ് പിക്ചർ പ്രോബ്ലം വെർട്ടിക്കൽ ഐ സിയിലൊന്നും വരാം, പക്ഷേ വെർട്ടിക്കൽ ഐ സി മാറ്റിയിട്ടും മാറിയില്ല. പിന്നെ ഈ ഒരു ഡിസ്ക് വന്നിട്ട് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഒരു കിടന്ന ഡിസ്ക് എന്ന് പറയുമ്പോൾ കത്തിക്കരിഞ്ഞത് വെടിച്ച് പിളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ഇട്ട വാല്യൂ 681K 2kV ആണ് ഇട്ടത്. അപ്പോൾ ഇത് മാറ്റിയില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇനി ഫ്യൂസ് അടിക്കുന്ന കംപ്ലയിൻറ്റ് ഉറപ്പായിട്ടും വരും. അപ്പോൾ ഏതായാലും ഡയോഡ് മാറ്റി ബേസ് ബോർഡും കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഡയോഡ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് കറക്റ്റ് വാല്യൂ ഒക്കെയാണ് കാണിച്ചത്, വേറെ ഒരു പ്രശ്നവും കാണിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഡയോഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു കംപ്ലയിൻറ്റ് അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ടി വി ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം ആ ഒരു കംപ്ലയിൻറ്റ് മാറിയത്. ടി വി ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ട് സ്ക്രീൻ ഇപ്പോൾ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്, വേറെ ഫ്ലക്ച്വേഷനൊന്നും സ്ക്രീനിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ ഡയോഡിന് എന്തോ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആവുന്നുണ്ട്, എന്തൊരു ഡയോഡിന് വീക്കോ എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ അത് മീറ്ററിന് റീഡ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സംശയം വെച്ചിട്ട് മാത്രമാണ്, എനിക്ക് ചെയ്തിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് വെച്ചിട്ട് മാത്രമാണ് ചേഞ്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഏതായാലും കംപ്ലയിൻസ് മാറിയിട്ടുണ്ട്.